ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിലുള്ള ഫ്രണ്ട്സിന് വേണ്ടിയുള്ളതാണ്. അതായത് യൂട്യൂബിൽ എങ്ങനെയാണ് മോണിറ്റൈസ് ചെയ്യേണ്ടത് അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് 3000 വാച്ച് അവർ നമ്മൾ കംപ്ലീറ്റ് ആയതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഓൾറെഡി പാർട്ട് 1 ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയി. അപ്പോൾ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അതിനായിട്ട് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഇതിൻ്റെ അകത്ത് 3967 കാണിക്കുന്നത്. എനിക്ക് 11 മണിയാകുമ്പോൾ ഇത് അപ്ഡേറ്റ് ആവും. ഇപ്പോൾ 11 മണി ആയിട്ടുണ്ട്. 11 മണി ആയപ്പോൾ നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആയി. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഐക്കൺ ആയിരിക്കും കാണുന്നത്. ഇനി നമുക്ക് ഡെസ്ക്ടോപ്പിൻ്റെ അകത്ത് നമ്മുടെ YT സ്റ്റുഡിയോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു ഡോളറിൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതാണ് മോണിറ്റൈസേഷൻ്റെ സിമ്പിൾ. അത് ജസ്റ്റ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇതിൽ വാച്ച് പേജ് ആഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിന് തൊട്ടടിയിൽ തന്നെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇതിൻ്റെ അകത്ത് ടേൺ ഓൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേയധികം ടേംസ് ആൻഡ് കണ്ടീഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് തൊട്ടടിയിൽ തന്നെ ഐ അക്സെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് എഗ്രി കൊടുക്കുക. എഗ്രി കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസ് ഓൾ എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ കാണിക്കും. അതും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് മോണിറ്റൈസ് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും മോണിറ്റൈസ് ആവുന്നതായിരിക്കും. എല്ലാ വീഡിയോസിലും ഇനി മുതൽ വരുന്ന ആഡ്സിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഷോർട്സ് മോണിറ്റൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഷോർട്സ് ഫീഡ് ആഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കുറേയധികം ടേംസ് ആൻഡ് കണ്ടീഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് തൊട്ടടിയിൽ ഐ അഗ്രി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അക്സെപ്റ്റ് കൊടുക്കുക. അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോങ് വീഡിയോ മോണിറ്റൈസ് ആയതുപോലെ തന്നെ ഷോർട്സ് വീഡിയോയും ഓട്ടോമാറ്റിക്കലി മോണിറ്റൈസ് ആവുന്നതായിരിക്കും. അതായത് എല്ലാ ഷോർട്സ് വീഡിയോയും ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി മോണിറ്റൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കണ്ടൻറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആക്കിയതിന് ശേഷം വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണുന്നത്. അതായത് നമ്മുടെ വീഡിയോസിൻ്റെ അടിയിലെല്ലാം തന്നെ ഡോളറിൻ്റെ ഒരു സിമ്പിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് പച്ച കളറിലുള്ള ഒരു ഡോളറിൻ്റെ സിമ്പിളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനർത്ഥം നമ്മുടെ ചാനലിലെ ഈ വീഡിയോസ് എല്ലാം മോണിറ്റൈസ് ആയി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഷോർട്സ് ഓപ്പൺ ആക്കി നോക്കിയാലും ഷോർട്സിൻ്റെ അടിയിലും നമുക്ക് ഈ പറഞ്ഞ ഡോളറിൻ്റെ സിമ്പിൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ലഭിച്ചു ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് $10 നമ്മുടെ അക്കൗണ്ടിലാവണം. അതായത് നമ്മുടെ യൂട്യൂബിൽ $10 ക്രെഡിറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് US ടാക്സ് ഫോം ഫില്ല് ചെയ്യണം, അതുപോലെ തന്നെ ID വെരിഫൈ ചെയ്യണം, പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. അങ്ങനെയുള്ള കുറേ സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ID വെരിഫൈ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചായിരിക്കും. അതിനുശേഷം US ടാക്സ് ഫോം ഫില്ല് ചെയ്യുന്നതും അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നത്. അതായത് ഞാനിത് പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 ആയിട്ട് ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തായിരിക്കും ഈ വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നമുക്ക് ഏതായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.